السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين. أما بعد فنسأل الله تبارك وتعالى أن يمن علينا بالعلم النافع والعمل الصالح وأن يرزقنا الإخلاص في القول والعمل. സഹോദരങ്ങളെ, നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന കിതാബ് ഉസൂലു സആദത്തി സൗജിയ മിന സുന്നത്തി നബവിയ എന്ന് പറയുന്ന കിതാബാണ്. മഹാനായ പണ്ഡിതൻ അബ്ദുൽ കരീം സാലിഹ് അബ്ദുൽ കരീം അൽ ബലൂഷി ഹഫിളഹുല്ലാ അദ്ദേഹം രചിച്ച ഗ്രന്ഥമാണ്. അതിൽ അൽഹംദുലില്ലാ നമ്മൾ 20ഓളം അടിസ്ഥാനങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. 21ഓളം അടിസ്ഥാനങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് വായിക്കാനുള്ളത് അൽ അസ്ലു അസ്സാനി വൽ ഇശ്റൂൻ. അൽ അസ്ലു അസ്സാനി വൽ ഇശ്റൂൻ 21ാമത്തെ അസ്ലാണ്. നമുക്കിനി വായിക്കാനുള്ളത് 21ാമത്തെ അടിസ്ഥാനമാണ്. എന്താണ് സഹോദരങ്ങളെ 21ാമത്തെ അടിസ്ഥാനമായി ഷെയ്ഖ് ഹഫിളഹുല്ലാ അദ്ദേഹം പറയുന്നത്? അത്തആവുനു അല തആത്ത്. അത്തആവുനു അല തആത്ത് എന്താണ്? പരസ്പരം സഹായിക്കുക എന്നുള്ളതാണ്. ഏത് വിഷയത്തിൽ? അത്താഅത്ത്. ഏത് വിഷയത്തിലാണ്? അനുസരണം അഥവാ അള്ളാഹുവിനെ അനുസരിക്കുന്ന വിഷയത്തിൽ നമ്മൾ പരസ്പരം സഹായിക്കുക എന്നുള്ളതാണ്. ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യ ആയാലും അതുപോലെ തന്നെ ഭർത്താവായാലും പരസ്പരം സഹായിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ പരസ്പരം സ്നേഹമുണ്ടാകാൻ നമ്മെ സഹായിക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ സ്വർഗത്തിലേക്കുള്ള നമ്മളുടെ സമ്പത്ത് അല്ലെങ്കിൽ അവിടത്തേക്കുള്ള പാതയും ഒരുക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? പരസ്പരം ഭാര്യയായാലും ഭർത്താവായാലും പരസ്പരം സഹായിക്കണം എന്നുള്ളതാണ്. അവർ പരസ്പരം അള്ളാഹുവിനെ അനുസരിക്കുന്ന വിഷയത്തിൽ, അത് ഏത് ഇബാദത്തുകളിലും അള്ളാഹുവിനെ അനുസരിക്കുന്ന വിഷയത്തിൽ എന്ത് ചെയ്യുക? പരസ്പരം സഹായിക്കുക എന്നുള്ളതാണ്. വൽ ബുഅദു അൻ മഅസിയതിഹി. അതുപോലെ തന്നെ അവനെ ധിക്കരിക്കുന്ന വിഷയത്തിൽ നിന്ന് വിദൂരമാവുകയും ചെയ്യണം ഭാര്യ ഭർത്താക്കന്മാർ. അങ്ങനെയെങ്കിലാണ് സ്നേഹം അവിടെ നിലനിൽക്കുകയുള്ളൂ. അതുപോലെ തന്നെ അവർ മടി കാണിക്കുകയാണെങ്കിൽ, അത് ഭാര്യയായാലും ഭർത്താവായാലും അവർ മടി കാണിക്കുകയാണെങ്കിൽ അവരെന്ത് ചെയ്യണം? നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. എന്തിനു വേണ്ടി? ഇബാദത്ത് ചെയ്യാൻ വേണ്ടി. കാരണം അറിയപ്പെട്ട കാര്യമാണ്, ഒരാളും തന്നെ എന്തിൽ നിന്ന് മുക്തരല്ല? മടിയിൽ നിന്ന് മുക്തരല്ല. എല്ലാ ആളുകൾക്കും എന്തുണ്ടാകും? മടിയുണ്ടാകും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അവരെ ആ മടിയിൽ നിന്ന് കാത്തു രക്ഷിക്കണം. ഏതൊക്കെ വിഷയത്തിൽ? ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ വിത്ർ നിസ്കാരത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? അവരെ പ്രോത്സാഹിപ്പിക്കണം. വൽ ഈഖാദു ലിഖിയാമിൽ ലൈൽ. അതുപോലെ തന്നെ അന്ത്യയാമങ്ങളിൽ, രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ എന്ത് ചെയ്യുക? അവരെ വിത്ർ നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽപ്പിക്കുക. വതദ്കീറു ബിൽ ഔറാദ്. അതുപോലെ തന്നെ എന്താണ്? അദ്കാറുകൾ, രാവിലെയും വൈകുന്നേരമുള്ള അദ്കാറുകൾ, അതുപോലെ തന്നെ ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള അദ്കാറുകൾ, ഇതൊക്കെ എന്ത് ചെയ്യണം? അവരെ ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കണം. അദാഉൻ നവാഫിൽ. അതുപോലെ തന്നെ സുന്നത്തായ കർമ്മങ്ങൾ ചെയ്യാൻ അവരോട് പറയണം. ഇതുപോലെയുള്ള ആരാധനാ മേഖലകളിലെല്ലാം അവരെ എന്ത് ചെയ്യണം? സഹായിക്കണം എന്നുള്ളതാണ്. വഹുവ ദാഖിലു ഫീ ഉമൂമി ഖൗലിഹി സുബ്ഹാനഹു വതആല. ഇത് അള്ളാഹുവിൻ്റെ ഈ വാക്കിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ഏതാണ് സഹോദരങ്ങളെ ആ വാക്ക്? വതആവനു അലൽ ബിർരി വത്തഖ്വ. എന്ത് ചെയ്യുക? നിങ്ങൾ അള്ളാഹുവെ അനുസരിക്കുന്ന വിഷയത്തിലും നന്മയിലും നിങ്ങൾ എന്ത് ചെയ്യുക? പരസ്പരം എന്ത് ചെയ്യണം? സഹായിക്കണം. വതആവനു അലൽ ബിർരി വത്തഖ്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം നന്മയിലും അതുപോലെ തന്നെ സൽക്കർമ്മങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യണം? പരസ്പരം സഹകരിക്കണം. വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. നിങ്ങൾ എന്തിൽ പരസ്പരം സഹകരിക്കാൻ പാടില്ല? തിന്മയിലും അതുപോലെ തന്നെ ശത്രുത ഉണ്ടാകുന്ന കാര്യങ്ങളിലും അതുപോലെയുള്ള മ്ലേച്ഛതകളിലും നിങ്ങൾ പരസ്പരം സഹകരിക്കാൻ പാടില്ല. നോക്കൂ സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് സ്വന്തം കാര്യം മാത്രം നോക്കിയിരുന്നയാളല്ല. മറിച്ച് എന്താണ്? അവിടുത്തെ കുടുംബത്തെ വിത്ർ നിസ്കരിക്കാൻ എന്ത് ചെയ്യാറുണ്ട്? പ്രോത്സാഹിപ്പിക്കാറുണ്ട്, ഓർമ്മിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് റമളാനിൻ്റെ അവസാനത്തെ 10-ൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭാര്യമാരോടും കുടുംബക്കാരോടും എന്ത് ചെയ്യാറുണ്ട്? ഇബാദത്തിൽ മുഴുകാൻ വേണ്ടി അവിടുന്ന് ഉപദേശിക്കാറുണ്ട്. ഫഅന ആയിഷ റളിയല്ലാഹു അൻഹ ഖാലത്ത്. ആയിഷ റളിയല്ലാഹു അൻഹ അവിടുന്ന് പറയുകയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ
യുസല്ലി മിനൽ ലൈലി ഫഇദാ ഔതറ ഖാല ഖൂമി ഫഔതിരി യാ ആയിഷ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യും? രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കും, രാത്രി നിസ്കരിക്കും. ഫഇദാ ഔതറ, റസൂൽ വിത്രാക്കി കഴിഞ്ഞാൽ ഖാല ഖൂമി ഫഔതിരി യാ ആയിഷ. എന്താണ്? റസൂലിന്റെ കാര്യം നോക്കി പോകാറല്ല, മറിച്ച് എന്ത് ചെയ്യും? ആയിഷ നീ എഴുന്നേൽക്ക്, എന്നിട്ട് എന്ത് ചെയ്യും? വിത്രാക്കി കിടക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. ഇതെന്താണ്? ആ എഴുന്നേൽക്കാൻ വേണ്ടി സഹായിക്കലാണ്. ഇത് ഏതിൽ പെടും? ഇബാദത്ത് ചെയ്യാൻ സഹായിക്കുന്നതിൽ പെടുന്ന കാര്യമാണിത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടുന്ന് ചെയ്ത കാര്യം ഇബ്നു ഹജർ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി കാണാം, ഫഇൻ കാന ഈഖാലുഹാ ലിൽ ഈതാരി, അഥവാ വിത്ർ നിസ്കാരത്തിന് വേണ്ടി ഒരാളെ എഴുന്നേൽപ്പിക്കുക എന്നുള്ളത് ഇസ്തദല്ല ബിഹി അലാ ഈഖാദിൻ നാഇമി ലിസ്സലാഹ്, നിസ്കരിക്കുമ്പോൾ അല്ലെങ്കിൽ നിസ്കാരത്തിന്റെ സമയമായാൽ ഒരാൾ ഉറങ്ങുകയാണ് എങ്കിൽ നമ്മൾ എന്താ ചെയ്യണ്ടേ? ഉറങ്ങല്ലേ, പാവല്ലേ, ഉറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞ് വെറുതെ ഇവിടെ ചെയ്യേണ്ടത് അല്ല. അല്ലെ, ചില ഉമ്മമാർ സുബ്ഹാനല്ലാഹ് ചെയ്യുന്ന കാര്യം എന്താ? മക്കളോടുള്ള റഹ്മത്ത് എന്നോണം അവരെന്ത് ചെയ്യും? മക്കൾ സുബഹി നിസ്കരിക്കാൻ എഴുന്നേൽപ്പിക്കില്ല. അവർക്ക് യഥാർത്ഥത്തിൽ അവരോട് റഹ്മത്ത് ഉണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്താണ്? അവരെ എഴുന്നേൽപ്പിക്കാണ് വേണ്ടത്. സുബ്ഹാനല്ലാഹ്, ചില മശായിഖന്മാർ അവരോട് ചോദിക്കപ്പെട്ടതായി കാണാം, മക്കളെ സുബഹി നിസ്കാരത്തിന് വേണ്ടി എഴുന്നേൽപ്പിക്കുമ്പോൾ അവർ എഴുന്നേൽക്കുന്നില്ല, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഷേഖ് അവർ മറുപടി കൊടുത്തതായി കാണാം, നിങ്ങൾ എന്ത് ചിന്തിക്കുക, ഒരു വീട് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്, ശ്രദ്ധിക്കണം, ഒരു വീട് കത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മക്കളെ അവിടെ ഇട്ടേച്ച് നിങ്ങൾ മാത്രം രക്ഷപ്പെടുക ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഏത് രൂപത്തിൽ അവരെ എഴുന്നേൽപ്പിക്കുക? ശേഷം ചോദിക്കുകയാണ്. പറഞ്ഞ് നമ്മൾ അതിയായി പരിശ്രമിക്കും അവരെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി. അവർ കൊടുത്ത മറുപടിയായി കാണാം, നാറു ജഹന്നമ അശദ്ദു ഹറ, ദുനിയാവിലെ തീയേക്കാൾ കഠിനമായ തീയാണ് എവിടെ ഉള്ളത്? നരകത്തിലുള്ളത്. അപ്പോൾ ഏതിനാണ് നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത് എന്നുള്ളത് മശായിഖന്മാർ പറഞ്ഞതായി കാണാം. അലാ കുല്ലി ഹാൽ, ഇവിടെ പറയുകയാണ്, ഒരാൾ ഉറങ്ങുകയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? അവരെ നിസ്കാരത്തിന് വേണ്ടി എഴുന്നേൽപ്പിക്കാം എന്നുള്ളതിന് തെളിവാണെന്ത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയെ നിസ്കാരത്തിന് വേണ്ടി എഴുന്നേൽപ്പിച്ചത്. പ്രത്യേകിച്ച് അതിൻ്റെ സമയം അവസാനിക്കാറായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അവരെ എഴുന്നേൽപ്പിക്കണം എന്ന് പറയുകയാണ്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്തഖറ ഫി ആഖിരി ഉംരിഹി അലാ അന്നഹു കാന ഫി സഹർ, റസൂലിൻ്റെ അവസാന സമയത്ത് അഥവാ മരണത്തിനോടടുത്ത സമയത്ത് റസൂൽ എപ്പോഴാണ് വിത്തറാക്കാറുള്ളത്? സഹറിലാണ്. സഹർ എന്ന് പറഞ്ഞപ്പോഴാണ് രാവിലെ അല്ലെങ്കിൽ സുബഹിൻ്റെ തൊട്ട് മുന്നേയുള്ള സമയം. വഖാല അന്നവവി റഹിമഹുല്ലാ, ഇമാം അന്നവവി റഹിമഹുല്ലാ പറയാണ്, ഫീഹി അന്നഹു യുസ്തഹബ്ബു ജഅലുൽ വിത്രി ആഖിറൽ ലൈലി സവാഉൻ കാന ലിൽ ഇൻസാനി തഹജ്ജദ അം ലാ. ഒരാൾക്ക് പുണ്യകർമ്മമായ കാര്യം എന്താണ്? ഏത് സമയത്ത് വിത്രാക്കലാണ്, അല്ലെങ്കിൽ തഹജ്ജുദ് അല്ലെങ്കിൽ ഖിയാമുൽ ലൈൽ നിസ്കരിക്കലാണ് ഏറ്റവും അഫ്ളൽ? അന്ത്യയാമങ്ങളിലാണ്, അവസാനത്തെ സമയത്താണ്. അവൻ തഹജ്ജുദ് നിസ്കരിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി, അഥവാ ആദ്യത്തിൽ നിസ്കരിച്ചാലും അത് വിത്രാക്കൽ എപ്പോഴാണ് നല്ലത്? അവസാന സമയത്താണ്. ഇദാ വസിഖ ബിൽ ഇസ്തിഖാദി ആഖിറൽ ലൈലി ഇമ്മാ ബിനഫ്സിഹി വ ഇമ്മാ ബിഇഖാദി ഗൈരിഹി. എന്ത് ചെയ്യണം? ഒരാളോട് നമ്മൾ ഏൽപ്പിക്കുക, എന്നെ ഇന്ന സമയത്ത് വിളിക്കണം എന്ന് പറഞ്ഞ് ആ സമയത്ത് എഴുന്നേറ്റ് നിസ്കരിക്കണം. അതല്ലെങ്കിൽ സ്വന്തത്തിൽ തന്നെ നമുക്ക് എഴുന്നേൽക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത് ഏതാണ്? ഈ സമയത്ത് നിസ്കരിക്കുക എന്നുള്ളതാണ്. അലാ കുല്ലി ഹാൽ, പറഞ്ഞു വന്നത് സഹോദരങ്ങളെ പരസ്പരം സഹകരിക്കുക എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം. എന്താണ്? റഹിം അല്ലാഹ് എന്ന് പറഞ്ഞിട്ടാണ് ആ ഹദീസ് തുടങ്ങുന്നത്. അഥവാ സ്വന്തം ഭാര്യ ഉറങ്ങുമ്പോൾ അവരുടെ മുഖത്തേക്ക് വെള്ളം തെളിക്കുകയാണ്. എന്തിനു വേണ്ടി? നിസ്കരിക്കാൻ വേണ്ടി. അങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹ് എന്ത് ചെയ്യട്ടെ? റഹ്മത്ത് ചൊരിയട്ടെ. അത് ഭർത്താവായാലും അതേ ഹദീസിൽ തന്നെ എന്ത് വരുന്നുണ്ട്? ഭാര്യയായാലും. നോക്കൂ സഹോദരൻ, എത്ര മനോഹരമായിരിക്കും ഇങ്ങനെയുള്ള ദാമ്പത്യ ജീവിതം. ആലോചിച്ച് നോക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ അവരുമായിട്ട് എന്ത് ബന്ധം ഉണ്ടായിരിക്കേണ്ടത്? വളരെ നല്ല രൂപത്തിലുള്ള ബന്ധമായിരിക്കണം. അല്ലെങ്കിൽ എപ്പോഴും സ്ട്രിക്റ്റ് ആണെങ്കിൽ ആലോചിച്ച് നോക്കുക, നമ്മൾ ആ വെള്ളം കുടഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അടി കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നല്ല ബന്ധമാണെങ്കിലോ, അല്ലേ? നമ്മൾ പൊതുവെ പറയപ്പെടാറുണ്ട്, സെലഫുൾ പറയാറുണ്ട്, നിങ്ങളോട് ഇഷ്ടമുള്ള ആളുകളോടെ നിങ്ങൾ എന്ത് പറയൂ, അല്ലെങ്കിൽ ഒരാളോട് ഇഷ്ടമുണ്ടെങ്കിലേ അയാളോട് നമ്മൾ എന്ത് പറയുള്ളൂ? തമാശ പറയൂ. എപ്പോഴും ഗൗരവമുള്ളൊരു വ്യക്തി നമ്മൾ അയാളോട് ഒരു തമാശ പറയും? ഇല്ല, ഒരിക്കലും ഇല്ല. അത് അറിയപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെയാണിത്. നമ്മൾ ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ ഏറ്റവും ഉണ്ടായിരിക്കേണ്ട ആദ്യം എന്താണ് ഉണ്ടാകേണ്ടത്? പരസ്പരമുള്ള ആ ബന്ധം വളരെ ദൃഢമായിരിക്കണം. അതിന് സഹായിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇത്രയും പറഞ്ഞു വന്നത്. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന വിഷയത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? പരസ്പരം സഹകരിക്കണം എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഭാര്യമാരെ
ഇതുപോലുള്ള കാര്യങ്ങളിൽ എഴുന്നേൽപ്പിച്ചതാണ് നമ്മൾ പറഞ്ഞത്. ഇനി നോക്ക്, അവിടുത്തെ ഭാര്യമാരെന്ത് ചെയ്യാറുണ്ട്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓരോ കാര്യങ്ങൾ ഉണർത്താറുണ്ട്. നോക്കൂ സഹോദരങ്ങളെ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്ത കാര്യം ആയിഷ റളിയല്ലാഹു അൻഹയോട് ആര് ചോദിക്കാണ്? അബി സലമ ഇബ്നു അബ്ദുറഹ്മാൻ അന്നഹു സഅല ആയിഷത റളിയല്ലാഹു അൻഹ കൈഫ കാനത് സ്വലാത്തു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ റമളാൻ. എങ്ങനെയായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റമളാനിലെ നിസ്കാരം? അഥവാ ഏത് നിസ്കാരത്തിനെ കുറിച്ചാണ് ചോദിക്കുന്നത്? രാത്രി നിസ്കാരത്തെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഖാലത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ما كان يزيد في رمضان ولا في غيره على 11 ركعة يصلي 4 ركعات فلا تسأل عن حسنهن وطولهن. റസൂൽ റമളാനിൽ അല്ലാത്തപ്പോൾ എത്ര നിസ്കരിക്കാറുള്ളത്? എത്രയാ പറയുന്നത്? 11. എത്രയാ? 11. അതിൻ്റെ ഭംഗിയെക്കുറിച്ചോ അതുപോലെ തന്നെ അതിൻ്റെ ദീർഘത്തിനെ കുറിച്ചോ നീ ചോദിക്കേണ്ടതില്ല. അത്രയും മനോഹരമായ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് എന്ത് ചെയ്യാണ്? നിസ്കരിക്കുകയാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള കൺകുളിർമ ഏതിലായിരുന്നു? നിസ്കാരത്തിലായിരുന്നു. വജഅലത് ഖുറത്തു ഐനി ഫി സ്വലാഹ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, എൻ്റെ കൺകുളിർമയാക്കി തീർത്തത് ഏത് വിഷയത്തിലാണ്? നിസ്കാരത്തിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു പ്രയാസം വന്ന ആദ്യം ചെയ്യുന്ന കാര്യം എന്താ? റസൂൽ 2 റക്അത്ത് നിസ്കരിക്കും. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മൾ ചെയ്യുന്ന കാര്യം എന്തായിരിക്കും? നമുക്ക് പ്രയാസം വന്നാൽ ഓരോ ആളുകളോട് ഇങ്ങനെ പോയിട്ട് പരാതി പറയാൻ, അല്ലെങ്കിൽ നമ്മൾ അവലാതി പറയാൻ നിൽക്കും. പക്ഷെ റസൂൽ ചെയ്ത കാര്യം എന്താ? അല്ലെങ്കിൽ ചെയ്യാറുള്ള കാര്യം എന്താണ്? അവിടുന്ന് ഒരു പ്രയാസം വന്നാൽ നിസ്കാരത്തിന് എന്ത് ചെയ്യാണ്? അതിലേക്ക് മുന്നിടുകയാണ്. കാരണം അറിയാം, നിങ്ങളിത് ചെയ്തു നോക്കേണ്ട ഒരു കാര്യമാണ്. എന്ത്? നമുക്കൊരു പ്രയാസം വരുന്ന സമയത്ത് 2 റക്അത്ത് നിസ്കരിച്ചാൽ മനസ്സിന് കിട്ടുന്ന റാഹത്ത് അത് വളരെ മനോഹരമാണ്. ചെയ്യുന്ന ആളുകളുണ്ടാവും, എന്നാലും മിംബാബി തദ്കീർ, ഓർമ്മിപ്പിക്കുക എന്നുള്ള നിലക്ക് പറയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത ഈ കാര്യം നമ്മളൊന്ന് എന്ത് ചെയ്യുക? അമലാക്കി നോക്കുക. പറഞ്ഞു വന്നത് അതിൻ്റെ ഭംഗിയെക്കുറിച്ചോ അതിൻ്റെ ദീർഘത്തിനെ കുറിച്ചോ നീ ചോദിക്കേണ്ടതില്ല. സുമ്മ യുസല്ലി 4, പിന്നീട് റസൂൽ 4 റക്അത്ത് നിസ്കരിക്കും. ഫലാ തസ്അൽ അൻ ഹുസ്നിഹിൻ വതൂലിഹിൻ, അതുപോലെ തന്നെ അതിൻ്റെ ഭംഗിയെക്കുറിച്ചോ ദീർഘത്തിനെ കുറിച്ചോ നീ ചോദിക്കേണ്ടതില്ല. സുമ്മ യുസല്ലി 3, പിന്നീട് അവസാനം എന്ത് ചെയ്യും? 3 നിസ്കരിക്കും. ഫഖുൽതു യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലെ, തനാമു ഖബല അൻ തൂതിർ, നിങ്ങൾ വിത്റാക്കുന്നതിന് മുന്നേ ഉറങ്ങുകയാണോ? നോക്ക്, അവിടെ എന്ത് ചെയ്യാണ്? ആയിഷ റളിയല്ലാഹു അൻഹ ഓർമ്മിപ്പിക്കുകയാണ്, റസൂലെ അങ്ങ് വിത്ർ ചെയ്തിട്ടില്ല. ഇതാണ് തആവുൻ. കണ്ടില്ലേ? ആരാധന മേഖലയിൽ ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യനെയും എന്ത് ചെയ്യാണ്? പരസ്പരം ഓർമ്മിപ്പിക്കുകയാണ്. റസൂലെ അങ്ങ് വിത്ർ ആക്കാണ്ടാണ് ഉറങ്ങുന്നത്. നമ്മൾ സ്വന്തത്തോട് ചോദിക്കുക, നമ്മളെ ഭാര്യമാരോടോ അല്ലെങ്കിൽ നമ്മളെ മക്കളോട് ഈ വിഷയം നമ്മൾ ഉണർത്താറുണ്ടോ എന്നുള്ളത്. കാരണം നമ്മൾ ഇവിടെ പടക്കപ്പെട്ടത് ഏത് വിഷയത്തിന് വേണ്ടിയിട്ടാണ്? വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അള്ളാഹനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ ജിന്നി വർഗത്തെയോ മനുഷ്യവർഗത്തെയോ നാം പഠിച്ചിട്ടില്ല. അങ്ങനെയെങ്കിൽ നമ്മളുടെ ഈ കല്യാണം, നമ്മൾ ഏത് വിഷയത്തിനും നമ്മൾ സഹായിക്കേണ്ട കാര്യം എന്താണ്? ഇബാദത്തിന് വേണ്ടിയായിരിക്കണം. നമ്മളെ കൂട്ടുകെട്ടായിക്കോട്ടെ, നമ്മളുടെ ഭാര്യ ഭർത്തൃ ജീവിതം ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഏത് വിഷയത്തിലും ഏതേത് വിഷയങ്ങളുണ്ടോ അതിൻ്റെ ഒക്കെ അടിസ്ഥാനം എന്തായിരിക്കണം? ഇബാദത്തിന് സഹായിക്കുന്ന കാര്യമായിരിക്കണം, അല്ലേ? അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ കാര്യം എന്താണ്? അൽ മർഉ അലാ ദീനി ഖലീലിഹി, ഒരാളുടെ കൂട്ടുകാരൻ്റെ ദീനിലാണ്. അതുകൊണ്ട് നിങ്ങൾ ആരുമായിട്ടാണ് കൂട്ടുകൂടേണ്ടത് നോക്കാൻ പറഞ്ഞു. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? നമ്മളുടെ ഏത് കാര്യങ്ങളും അതെന്തിനു വേണ്ടിയായിരിക്കണം? ഇബാദത്തിനെ സഹായിക്കുന്ന കാര്യങ്ങളായിരിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എന്തിനാണ് നിസ്കാരം അവിടെ ഇബാദത്തായി നിശ്ചയിച്ചത്? തന്നെ എന്തിനാണ്? അള്ളാഹിനെ ഓർക്കാൻ വേണ്ടി. അപ്പോൾ ഏത് ഇബാദത്തും അള്ളാഹിനെ ഓർക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതിനെ സഹായിക്കുന്ന ആളുകളുമായിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കൂട്ടുകൂടേണ്ടതും. നമ്മളെ ഭാര്യമാരും അങ്ങനെയുള്ള ആളുകളായിരിക്കണം. അള്ളാഹു റസൂൽ പറഞ്ഞ കാര്യം എന്താണ്? നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു. എന്താണ്? നിങ്ങൾ വിവാഹം ചെയ്യുമ്പോൾ എങ്ങനെയുള്ള ആളുകളെയാണ് വിവാഹം ചെയ്യേണ്ടത്? ദീനുള്ള ആളുകളാണെന്ന് നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, നിങ്ങൾ വിത്ർ ചെയ്യാതെയാണോ ഉറങ്ങുന്നത്? റസൂൽ പറഞ്ഞു, ഖാല തനാമു ഐനി വലാ യനാമു ഖൽബി, എൻ്റെ കണ്ണുകൾ ഉറങ്ങിയാലും എന്തും ഉറങ്ങുന്നില്ല, എൻ്റെ ഹൃദയം ഉറങ്ങുന്നില്ല എന്ന് പറഞ്ഞ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറഞ്ഞതായി കാണാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? റസൂലിൻ്റെ ഭാര്യമാരും അങ്ങനെയായിരുന്നു. സുബ്ഹാനല്ലാഹ്, എന്ത് ജീവിതമായിരിക്കുമല്ലോ അത്! പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇബാദത്തിൻ്റെ വിഷയത്തിൽ ഉണർത്തിക്കൊണ്ട് അള്ളാഹുവിലേക്കുള്ള യാത്രയിൽ അവർ മനോഹരമായ ജീവിതമാണ് അവർ കാഴ്ചവെച്ചത്. അള്ളാഹു സുബ്ഹാനഹു വ തആല
നമുക്കും അതുപോലുള്ള ജീവിതം ജീവിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്ത ഹദീസ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ 10 കഴിഞ്ഞാൽ എങ്ങനെയാണ് എന്ന് ആരാണ് നമുക്ക് പഠിപ്പിച്ചിരുന്നത്? ആയിഷ റളിയല്ലാഹു അൻഹ. എത്ര ഹദീസ് ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്നത് അല്ലേ? എത്ര ഹദീസുകളാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദാമ്പത്യ ജീവിതമായ മര്യാദയിൽ നമ്മൾ എത്ര ഹദീസുകൾ കേട്ടു? ഇത് ഏറ്റവും കൂടുതൽ ഉദ്ധരിച്ച ആരാണ്? ആയിഷ റളിയല്ലാഹു അൻഹ. ഞാൻ മുന്നേ പറഞ്ഞിരുന്നു, പൊതുവെ നമ്മളെ നാട്ടിലുള്ള ആളുകൾ പറയാറുള്ളൊരു കാര്യമാണെന്ത്, ആയിഷ റളിയല്ലാഹു അൻഹയെ ചെറിയ പ്രായത്തിൽ വിവാഹം ചെയ്തുകൊണ്ട് ബുദ്ധിമുട്ടിപ്പിച്ചു, പ്രയാസപ്പെടുത്തി എന്നൊക്കെ പറയാറുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒരാൾ ബുദ്ധിമുട്ടിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അവരെ പറ്റിയുള്ള ദിക്ർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമോ? അദ്ദേഹം ഇങ്ങനെയായിരുന്നു, അങ്ങനെയായിരുന്നു, ഇന്ന രൂപത്തിലായിരുന്നു എന്ന് പറയുമോ? ഒരിക്കലുമില്ല. മറിച്ച് എന്താണ് ചെയ്യുക? അവരെ പറ്റിയുള്ള ഓർമ്മകൾ തന്നെ എന്ത് ചെയ്യും? മറക്കാനാണ് ശ്രമിക്കുക അല്ലേ? ഒരാളോട് നമുക്ക് വെറുപ്പാണെങ്കിൽ നമ്മൾ അയാളെ പറ്റിയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമോ? ഇല്ല. അതുകൊണ്ടാണ് ഉലമാക്കൾ എന്ത് പറയാറുള്ളത്, ഒരാൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ ദിക്ർ എന്ത് ചെയ്യും? വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇത് പൊതുവെ അറിയപ്പെട്ട കാര്യമാണ്. ഇവിടെ ആയിഷ റളിയല്ലാഹു അൻഹ അവിടുന്ന് റസൂലിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആലോചിച്ച് നോക്കുക, എത്ര മനോഹരമായ ജീവിതമായിരിക്കും റസൂലിനോടൊപ്പം ആയിഷ റളിയല്ലാഹു അൻഹ ജീവിച്ചത് എന്നുള്ളത്. നോക്ക്, അവിടുന്ന് പറയുകയാണ്, ഇദാ ദഖലൽ അസ്റു ശദ്ദ മിഅ്സറഹു. അവസാന 10 കഴിഞ്ഞാൽ റസൂൽ എന്താണ്? അവിടുത്തെ ഉടുമുണ്ട് മുറുക്കി കെട്ടും. വഅഹ്യ ലൈലഹു. റസൂൽ എന്ത് ചെയ്യും? അവിടുത്തെ രാത്രിയെ ജീവിപ്പിക്കും. വഅയ്ഖവ അഹ്ലഹു. ഇതാണ് നമ്മുടെ മഹല്ലു ഷാഹിദ്. അവിടുന്ന് എഴുന്നേൽക്കും, നിസ്കരിക്കും മാത്രമല്ല, വഅയ്ഖവ അഹ്ലഹു. എന്ത് ചെയ്യും? റസൂൽ അവിടുത്തെ കുടുംബത്തിനെ, ഭാര്യമാരെന്ത് ചെയ്യും? എഴുന്നേൽപ്പിക്കും. ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി കാണാം, ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ 10 എന്ത് ചെയ്യാണ്? രാത്രി എഴുന്നേൽപ്പിക്കുകയാണ്. എന്തിനു വേണ്ടി? ദിക്ർ ചെല്ലാനും അതുപോലെ തന്നെ ദുആ ചെയ്യാനും അതുപോലെയുള്ള കാര്യങ്ങൾക്കും എന്ത് ചെയ്യാണ്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടത്തേക്ക് കുടുംബത്തിനെയും വിളിച്ചെഴുന്നേൽപ്പിക്കുകയാണ്. വഅമ്മാ ഫീ സായിരി സന, വർഷത്തിൽ മൊത്തം ഇങ്ങനെ തന്നെയാണ്. ഫകാന ഈഖാലുഹു ലഹും ലിൽ വിത്രി ഖാസ. പ്രത്യേകിച്ച് രാത്രിയുടെ അവസാനമായി കഴിഞ്ഞാൽ ഭാര്യമാരെന്ത് ചെയ്യാറാണ് പതിവ്? അവിടുന്ന് എഴുന്നേൽപ്പിക്കും. ഫഇന്നഹു മിൻ ആഖദി സുനനി റവാത്തിബ്. കാരണം റവാത്തിബ് സുന്നത്തുകളിൽ വെച്ചിട്ട് ഏറ്റവും പ്രബലമായ സുന്നത്ത് നിസ്കാരം ഏതാണ്? രാത്രി നിസ്കാരമാണ് എന്നുള്ളതാണ്. നോക്കൂ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യമാണെന്ത്? ഖൂ അൻഫുസക്കും വ അഹ്ലീക്കും നാറ. നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രം നോക്കി പോകേണ്ടതല്ല, മറിച്ച് ഖൂ അൻഫുസക്കും വ അഹ്ലീക്കും നാറ. നിങ്ങൾ നിങ്ങളെ തന്നെയും നിങ്ങളുടെ കുടുംബത്തെ എന്ത് ചെയ്യണം? നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണം. ആലോചിച്ച് നോക്കി, ഈ ആയത്ത് നമ്മൾ വ്യക്തമായി ചിന്തിക്കേണ്ട ഒരു ആയത്താണ്. ചില ആളുകൾ സുബ്ഹാനല്ലാഹ് നമുക്ക് കാണാൻ സാധിക്കും, സ്വന്തം കാര്യം മാത്രം നോക്കി അവർ മാറിയിരിക്കും. കുടുംബത്തിന് നന്മ കൽപ്പിച്ചു കൊടുക്കുകയോ അതുപോലെ തന്നെ തിന്മ വിരോധിക്കുകയോ ഇതൊന്നും ചെയ്യുന്ന ഇതായി കാണാൻ സാധിക്കുകയില്ല. അവരവരെ കാര്യം എന്ന് പറഞ്ഞ് സുബ്ഹാനല്ലാഹ്, ചില ആളുകൾ തിന്മ കണ്ടു കഴിഞ്ഞാൽ പോലും എതിർക്കാത്ത ആളുകളുണ്ട്. ഒരിക്കലും നമ്മളങ്ങനെ ആകാൻ പാടില്ല. പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതത്തിൽ നമ്മളുടെ ഒരു തലമുറ തന്നെ കേടാവാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് ഇതുപോലുള്ള കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കണ്ണു ചിമ്പുക എന്നുള്ളത്. നമ്മൾ ആലോചിച്ച് നോക്കണം ആ ഒരു കാര്യം. അതുകൊണ്ട് ഈ വിഷയം ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സുബ്ഹാനല്ലാഹ്, ഈ ഒരു ഹദീസ് നോക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഭാര്യമാർക്ക് ഇബാദത്തുകൾ മുറുകെ പിടിക്കണമെന്ന് പഠിപ്പിച്ചു കൊടുക്കണം. നോക്ക്, ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ, റസൂലുള്ളാഹിയാണ് ഉമ്മു ഹബീബ, ഭാര്യയാണ്. അവിടുന്ന് പറയാണ്, സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? കേട്ടിട്ടുണ്ട്. മൻ സല്ല ഇസ്നതൈ അശറത റകഅതൻ ഫീ യൗമിൻ വലൈല. ആരാണോ രാത്രിയും പകലിലുമായി 12 റക്അത്ത് നിസ്കരിക്കുന്നത്, ബുനിയ ലഹു ബിഹിന്ന ബൈത്തുൻ ഫിൽ ജന്ന. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അവർക്ക് എന്താണ്? സ്വർഗത്തിൽ ഒരു വീട് പണിയപ്പെടും ഇങ്ങനെ 12 റക്അത്ത് നിസ്കരിച്ചാൽ. ഖാലത്ത് ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ അവിടുന്ന് പറയുകയാണ്, ഫമാ തറക്തുഹുന്ന മുൻദു സമിഅ്തുഹുന്ന മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ പറയുന്നത്? ഇത് റസൂലിൽ നിന്ന് കേട്ടത് മുതൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ടത് മുതൽ ഞാൻ എന്ത് ചെയ്യാറില്ല? ഈ ഒരു ഇബാദത്ത് ഉപേക്ഷിക്കാറില്ല. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ആലോചിച്ച് നോക്ക്, റസൂലിൽ നിന്നൊരു ഹദീസ് കേട്ടാൽ സഹാബിമാരുടെ സമീപനം ഇങ്ങനെയായിരുന്നു. മറ്റു ചില ഹദീസുകളും കാണാൻ സാധിക്കും. എന്താണ്? റസൂലിൽ നിന്ന് ഒരു ഹദീസിന്റെ സനദ് തന്നെ എങ്ങനെയാണ്? ഞാനിത് ഇന്ന ആളിൽ നിന്ന് കേട്ടത് മുതൽ ഇത് ഒഴിവാക്കിയിട്ടില്ല. അഥവാ റസൂലിലേക്ക് വരെ സനദ് എത്തുമല്ലോ.
ഞാനിത് ഈ ഹദീസ് കേട്ടത് മുതൽ എന്ത് ചെയ്തിട്ടില്ല, ഒഴിവാക്കിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മുകളിലുള്ള ആൾ അങ്ങനെ അവസാനം റസൂലിൽ നിന്ന് കേട്ട സഹാബി പറയാണ്, ഞാൻ എന്ത് ചെയ്തിട്ടില്ല, റസൂലിൽ നിന്ന് കേട്ടത് മുതൽ ഇത് ഒഴിവാക്കിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. നോക്ക്, ഇങ്ങനെയായിരുന്നു സഹാബിമാർ. അവർക്ക് ഒരു ഹദീസ് കേട്ട് കഴിഞ്ഞാൽ അത് സുന്നത്താണോ വാജിബാണോ ഇതൊന്നും നോക്കൂല, റസൂല് പറഞ്ഞതാണോ സമിഅന വഅതഅന. നമ്മൾ എന്തിനാണ് ഹുക്കുമുകൾ പഠിക്കുന്നത്? അത് അറിഞ്ഞിരിക്കാനാണ്. അതല്ലാണ്ട് എന്തിനു വേണ്ടിയല്ല, ഒഴിവാക്കാൻ വേണ്ടിയല്ല. മനോഹരമായ ഒരു വാക്ക് നമുക്ക് കാണാൻ സാധിക്കും. എന്താണ്? കാന സഹാബത്തു യഫഅലൂന സുന്ന ലിഅന്നഹ സുന്ന. എന്താണ്? സഹാബിമാർ അവർ സുന്നത്ത് കാര്യങ്ങൾ ചെയ്തിരുന്നത് എങ്ങനെയായിരുന്നു? ഇത് റസൂലിന്റെ സുന്നത്താണ്, അത് അത്രയും പ്രാധാന്യമുള്ളതാണ്, ഇത് ഞാൻ ചെയ്തിരിക്കണം എന്ന രൂപത്തിലാണ് സഹാബിമാർ എന്ത് ചെയ്യാറുള്ളത്, സുന്നത്ത് ചെയ്യാറുള്ളത്. എന്നിട്ട് പറയാണ് വനഹ്നു നത്റുകുഹാ ലിഅന്നഹ സുന്ന. നമ്മൾ എന്ത് ചെയ്യാണ്, അത് ഉപേക്ഷിക്കുകയാണ്. എന്ത് പറഞ്ഞിട്ട്? അത് സുന്നത്തല്ലേ. നോക്ക്, രണ്ടാളുകളും തമ്മിലുള്ള സമീപനം അല്ലെങ്കിൽ ആ ഒരു വ്യത്യാസം നോക്ക്. അതുകൊണ്ടാണ് സഹാബിമാരായതും നമ്മളായതും. ആലോചിച്ച് നോക്കുക, നമ്മളെങ്ങനെയാണ് പറയുന്നത്? സുന്നത്തല്ലേ, കുഴപ്പമില്ല, പോയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഉപേക്ഷിക്കുകയാണ്. പക്ഷെ സഹാബിമാർ ഇത് സുന്നത്താണ് എന്ന് കണ്ടുകൊണ്ട് അവർ ചെയ്യാറാണ് പതിവ്. അലാ കുല്ലി ഹാൽ, സഹോദരങ്ങളെ, ഈ ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യണം, പ്രത്യേകം ശ്രദ്ധിക്കണം. അഥവാ ദാമ്പത്യ ജീവിതത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തുണ്ടായിരിക്കണം, പരസ്പരം സഹകരണം ഉണ്ടായിരിക്കണം. ഏത് വിഷയത്തിൽ? തആവനു അലൽ ബിർരി വത്തഖ്വ. അള്ളാഹുവിനെ അനുസരിക്കുന്ന വിഷയത്തിൽ പരസ്പരം എന്തുണ്ടായിരിക്കണം, നമ്മൾ അവരെ അനുസരിക്കണം. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ, സുബ്ഹാനല്ലാഹ്, ഇതിനോട് സാന്ദർഭികമായി പറയാനുള്ളതാണ്. അദ്ദേഹത്തിനെ പറ്റി പറയുന്നതായി കേൾക്കാൻ എന്താണ്, റസൂലിൻ്റെ ഒരു ഹദീസ് ഞാൻ കേട്ടിട്ടുണ്ട് എങ്കിൽ അത് ഒരു തവണയെങ്കിലും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോൾ ആലോചിച്ച് നോക്ക്, ഇമാം അഹ്മദ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും ആരെപ്പോലെ കണക്കാക്കരുത്. നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു പള്ളിയിൽ ഇമാമിനെ പോലെ അല്ലെങ്കിൽ ദായിമാരെ പോലെയോ കണക്കാക്കേണ്ട ആളല്ല. ഇമാം അഹ്മദ് എന്ന് പറഞ്ഞാൽ ആരാണ്? അത്രയും ഹദീസുകൾ ഹിഫ്ളുള്ള മനുഷ്യനാണ്. ആലോചിച്ച് നോക്കണം. അപ്പം അവർ പറയുന്നത് ഇത് ഫഖറായി പറയുന്നതല്ല, മറിച്ച് നമ്മളും അത് ചെയ്യണമെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ഇദ്ദേഹം പറയണം, ഒരു തവണയെങ്കിലും ഞാൻ എന്ത് ചെയ്യാറുണ്ട്, അത് അമലാക്കിയിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ, ഒരു സുന്നത്തൊഴികെ. ഏതാണ് സുന്നത്ത്? അഹ്സൻ. തവാഫ് ചെയ്യുമ്പോൾ ഒട്ടകത്തിൻ്റെ മുകളിൽ കയറിക്കൊണ്ട് റസൂൽ എന്ത് ചെയ്തിട്ടുണ്ട്, തവാഫ് ചെയ്തിട്ടുണ്ട്. അതെന്ത് ചെയ്യാൻ സാധിച്ചില്ല, എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല, ചെയ്തിട്ടില്ല എന്നല്ല, അത് ആലോചിച്ച് വെക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, അത് ഇമാം അഹ്മദ് ആലോചിച്ച് വെക്കുകയാണ്. നമുക്ക് എത്ര ചെയ്തിട്ടില്ല എന്ന് പറയാൻ എന്താ ആലോചിക്കാനുള്ളത്? എത്ര ഹദീസുകൾ നമ്മൾ കേട്ടു, എത്ര നമ്മൾ അമലാക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ പുറത്തു നൽകട്ടെ. ആയിഷ റളിയല്ലാഹു അൻഹ ചില ആളുകളോട് പറഞ്ഞതായി കാണാം, എന്തിനാണ് നിനക്ക്, ആയിഷ റളിയല്ലാഹു അൻഹയാണെന്ന് എൻ്റെ ഓർമ്മ, അല്ലെങ്കിൽ ചില സഹാബിമാർ പറഞ്ഞതായി കാണാം, നീ പഠിച്ചത് അമലാക്കുന്നില്ലെങ്കിൽ നീ നിനക്കെതിരെ തന്നെ എന്ത് ചെയ്യാണ്, തെളിവുകൾ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുകയാണ്. ഇന്നത് പഠിച്ചിട്ടുണ്ട് അല്ലേ? ചില സഹാബിമാർ പറഞ്ഞതായി കാണാം, ഞാൻ നാളെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ അള്ളാഹ് എന്നോട് ഇങ്ങനെ ചോദിക്കുന്നതിനെ ഞാൻ പേടിക്കുന്നുണ്ട്. അലിംത ഫമ അമിൽത, നീ പലതും അറിഞ്ഞിട്ടുണ്ട്, അതനുസരിച്ച് നീ എന്താണ് പ്രവർത്തിച്ചത് എന്ന ചോദ്യത്തിന് ഞാൻ ഭയപ്പെടുന്നുണ്ടെന്ന് ആരാണ് പറയുന്നത്? സഹാബിമാർ. അപ്പം എന്താണ് നമ്മളുടെ അവസ്ഥ? അതുകൊണ്ട് സഹോദരങ്ങൾ, ഏത് വിഷയത്തിലായാലും, പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ആളുകൾ ആരായിരിക്കും? നമ്മൾ ഭാര്യമാരായിരിക്കും. പ്രത്യേകിച്ച് നമ്മളെ വീട് എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഇബാദത്തിൻ്റെ ഒരു മേഖലയായിരിക്കണം. റസൂൽ എവിടെ നിന്നാണ് സുന്നത്ത് നിസ്കാരങ്ങൾ നിസ്കരിക്കാൻ പ്രോത്സാഹിപ്പിച്ചത്? വീട്ടിൽ നിന്നാണ്. അതുപോലെയുള്ള നല്ല കാര്യങ്ങളും മറ്റും ഉണ്ടാകേണ്ടത് വീടുകളിൽ നിന്നാണ്. നമ്മളെ മക്കൾ നമ്മളെ കണ്ടാണ് വളരുക. വീടൊരിക്കലും എന്താക്കാൻ പാടില്ല, മഖ്ബറാക്കാൻ പാടില്ല എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് വ്യക്തമായ തെളിവുണ്ട്, എന്ത്? മഖ്ബറയിൽ ഒരു ഇബാദത്തും പാടില്ല എന്നുള്ളത്. അഥവാ റസൂൽ പറഞ്ഞ കാര്യമാണെന്ത്? വലാ തജഅലു ബുയൂതക്കും ഖുബൂറ ഔ കമാ ഖാൽ, നിങ്ങൾ നിങ്ങളുടെ വീടിനെ എന്ത് ചെയ്യാൻ പാടില്ല, ഖബറുകളാക്കാൻ പാടില്ല. എന്താ ഖബറാക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇബാദത്തുകളൊന്നും ഇല്ലാത്ത അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്, വല്ലാത്ത വാക്കാണത്. നമ്മുടെ നാട്ടിലുള്ള ആളുകൾ ഇതിനെപ്പറ്റി ചിന്തിച്ചിരുന്നെങ്കിൽ എത്ര നന്നായേനെ. നിങ്ങൾ വീട് ഖബറാക്കാൻ പാടില്ല, അഥവാ വീടുകളിൽ ഇബാദത്തുകൾ ഉണ്ടാകണം. ഖുർആൻ പാരായണവും അതുപോലുള്ള കാര്യങ്ങളും ഇല്ല എങ്കിൽ ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യനെ എന്ത് ചെയ്യണം? ഓർമ്മിപ്പിക്കണം. വ്യക്തമല്ലേ? ഇതാണ് 22ാമത്തെ അടിസ്ഥാനമായി ഷെയ്ഖ് ഹഫിളഹുല്ലാ ഇവിടുന്ന് പറഞ്ഞിരിക്കുന്നത്. 22ാമത്തെ അസ്ലായി. പിന്നീട് ഷെയ്ഖ് ഹഫിളഹുല്ലാ അദ്ദേഹം പറയുന്നത് അൽ അസ്ലു അസ്സാലിസു വൽ 23ാമത്തെ അടിസ്ഥാനം. എത്രാമത്തെയാണ്?
23-ാമത്തേത് അത്താവനു അലൽ ഫിഖ്ഹി ഫിദ്ദീൻ. എന്താണ് എന്താ അർത്ഥം? അത്താവനു അലൽ ഫിഖ്ഹി ഫിദ്ദീൻ. ദീന് പഠിക്കാൻ വേണ്ടി പരസ്പരം സഹായിക്കുക. ഇത് നമ്മളുടെ സുബ്ഹാനല്ലാഹ്, ഇത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മൾ ആണുങ്ങൾമാർ അല്ലെങ്കിൽ ഭർത്താക്കന്മാർ പൊതുവെ എന്ത് ചെയ്യും? ദറസുകളിലും അതുപോലുള്ള കാര്യങ്ങളിലും എന്ത് ചെയ്യും? അങ്ങനെയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കും. പക്ഷെ ഭാര്യമാരെ പറ്റി നമ്മൾ ചിന്തിക്കാറുണ്ടോ? അവർ ദിവസവും കഴിച്ചു കൂട്ടുന്നത് വെറും അടുക്കള ജോലിയും, ഇതിനൊന്നും പ്രതിഫലം ഇല്ല എന്നല്ല, അതിനൊക്കെ പ്രതിഫലമുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു എന്ത്, ഏത് കാര്യവും നമുക്ക് എന്താക്കി മാറ്റാൻ സാധിക്കും? ഇബാദത്താക്കി മാറ്റാൻ സാധിക്കും, അതിൽ സംശയമില്ല. പക്ഷേ സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമായ ഇബാദത്ത് ഏതാണ്? ഇൽമ്. ഏതാണ് ഹദീസ്? മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന. ഇത് നമ്മൾ മാത്രം അമലാക്കേണ്ടതാ? അല്ല. അതാണ് ഇവിടെ ശൈഖ് ഹഫിളഹുല്ലാഹ് പറയുന്നത്, അൽ ഫിഖ്ഹു ഫിദ്ദീൻ. ദീനിൽ എന്തുണ്ടാവുക? അവഗാഹം നേടാൻ വേണ്ടി പരസ്പരം സഹായിക്കുക എന്നുള്ളതാണ്. നമ്മൾ എന്ത് ചെയ്യണം? ഈ വിഷയത്തിന് വേണ്ടി പ്രോത്സാഹിപ്പിക്കണം. ഇൽമുൻ നാഫി അത് കരസ്ഥമാക്കാൻ അവരോട് പ്രോത്സാഹിപ്പിക്കണം. അതുപോലെ തന്നെ യഥാർത്ഥ രൂപത്തിൽ എങ്ങനെ അള്ളാഹിനെ ഇബാദത്ത് ചെയ്യണം എന്നറിയണമെങ്കിൽ നമ്മൾ എന്താണ് ആദ്യം വേണ്ടത്? ആദ്യം വേണ്ടത് എന്താ? ഇൽമല്ലേ? ഇമാം ബുഖാരി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സഹീഹിൽ കൊടുത്തൊരു ബാബ് തന്നെ എന്താണ്? അൽ ഇൽമു ഖബ്ലൽ ഖൗലി വൽ അമൽ. ആദ്യം വേണ്ട എന്താണ്? ഇൽമാണ്. ഖബ്ലൽ ഖൗലി വൽ അമൽ. ദഅവത്ത് ചെയ്യുന്നതിന് മുന്നേ ആയാലും ഒരു പ്രവൃത്തി ചെയ്യുന്നതിന് മുന്നേ അതിനെപ്പറ്റി എന്തുണ്ടാകണം? വ്യക്തമായ അറിവുണ്ടായിരിക്കണം. അതുപോലെ തന്നെ സഹോദരങ്ങളെ, രണ്ടുപേരും ഇൽമ് പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്തുണ്ടാവും? ഹൃദയവിശാലത ലഭിക്കും. അതിൽ യാതൊരു സംശയമില്ല. ചില വിഷയങ്ങൾ മാത്രം പഠിച്ചു കഴിഞ്ഞാലാണ് ഭൂരിഭാഗം പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള കാരണം. ഫിഖ്ഹിയായ മസ്അലകൾ, സുബ്ഹാനല്ലാഹ്, ചില വീടുകളിൽ പ്രശ്നങ്ങളുണ്ട്. നമുക്കറിയുന്ന ചില സഹോദരന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. ചില മസ്അലകളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ അനുവദിച്ച മേഖലയിൽ വീട്ടിലെന്താണ് പ്രശ്നങ്ങൾ? തുറന്നു പറയുകയാണെങ്കിൽ ഏത് വിഷയമാണ്? ഏതായിരിക്കും? ഫോട്ടോഗ്രാഫി വിഷയത്തിൽ ആരാണ്? ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നമാണ്. സലഫുകൾ വിശാലമായി കണ്ട കാര്യം, നമ്മുടെ സലഫി ഉലമാക്കൾ വിശാലമായി കണ്ട കാര്യം. അതുപോലെ തന്നെ അഭിപ്രായ വ്യത്യാസമുള്ള പല മേഖലകളിൽ എന്താണ്? ഇതെന്തുകൊണ്ടാണ് ഇത് ഉടലെടുക്കാനുള്ള കാരണം എന്താണ്? യഥാർത്ഥ രൂപത്തിലുള്ള ഇൽമില്ലാത്തത് കൊണ്ടാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ ത്വലാഖിൻ്റെ വക്കത്ത് വരെ എത്തിയിരുന്നു. ഏത് വിഷയത്തിൽ? ഫോട്ടോഗ്രാഫിൻ്റെ വിഷയത്തിൽ. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടാണ് നമ്മൾ അടിസ്ഥാനങ്ങൾ പഠിക്കണം എന്ന് പറയുന്നത്. അടിസ്ഥാനങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് ഹൃദയവിശാലത ലഭിക്കും. പൊതുവെ ഉലമാക്കൾ പറയുന്നതായി കാണാം, മൻ കസുറ ഇൽമുഹു. നിങ്ങൾ ഹിഫ്ളാക്കണം ഈ വാക്ക്. മൻ കസുറ ഇൽമുഹു ഖല്ല ഇൻകാറുഹു. എന്താ അർത്ഥം? മൻ കസുറ ഇൽമുഹു, ആരുടെ ഇൽമാണോ വർദ്ധിച്ചിരിക്കുന്നത്, അഥവാ നല്ല ഇൽമുള്ളൊരു വ്യക്തിയാണെങ്കിൽ ഖല്ല ഇൻകാറുഹു, അവൻ എതിർക്കുന്ന കാര്യങ്ങൾ കുറയും. ഇതുകൊണ്ട് ഉദ്ദേശം എന്താ? തിന്മണ്ട എതിർക്കൂലെന്നാ? അല്ല. അഭിപ്രായ വ്യത്യാസമുള്ള മേഖലയാണോ, സലഫുകൾ ഹൃദയവിശാലത കാണിച്ച മേഖലയാണോ, അതിൽ നിന്ന് എന്ത് ചെയ്യും? അവർ ഇൻകാർ ചെയ്യുന്നതിനെ തൊട്ട് പിന്തി നിൽക്കും. അതല്ല എങ്കിൽ അത് ഹറാം, ഇത് ഹറാം, അത് ഹറാം, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതെന്തുകൊണ്ടാ? അതിനെക്കുറിച്ചുള്ള വ്യാപ്തി അറിയാത്ത. ഇത് ഏത് മേഖലയിലാണ് ഞാൻ പറയുന്നത്? ഫിഖിൻ്റെ മേഖലയിലാണ് പ്രത്യേകിച്ചും പറയാനുള്ളത്. ബാറക്കല്ലാഹു ഫീക്കും. പറഞ്ഞു വന്നത് സഹോദരങ്ങളെ, ഈ വിഷയം അഥവാ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എന്തുണ്ടായിരിക്കണം? ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ദീനിൽ അവഗാഹം നേടുന്ന വിഷയത്തിൽ പരസ്പരം സഹായിച്ചിരിക്കണം. നോക്കൂ സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് മാലിക് ബിൻ ഹുവൈരിസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, അറ്റൈന റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ വനഹ്നു ശബബ മുതഖാരിബൂൻ. നമ്മൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് എന്ത് ചെയ്തിരിക്കുകയാണ്? വന്നിരിക്കുകയാണ്. നമ്മളെ പ്രായം ഏകദേശം ഒരേ പ്രായമായിരുന്നു. എൻ്റെ കൂടെ ആരുമുണ്ട്? എൻ്റെ ഒരു സഹോദരനുമുണ്ട്. വകാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ റഹീമൻ റഫീഖ. റസൂൽ സുബ്ഹാനല്ലാഹ് അവിടുത്തെ സഹാബിമാർ പറയാണെന്ത്? നമ്മളോട് അങ്ങേയറ്റം റഹ്മത്തും അതുപോലെ തന്നെ അനുകമ്പയും ഉള്ളയാളാണ്, കാരുണ്യവും അനുകമ്പയുള്ള ആളാണ്. ഫളന്ന അന്ന ഖദ് ഇസ്തഖ്ന അഹ്ലന ഫസഅലന അൻ മൻ തറകന മിൻ അഹ്ലിന ഫഅഖ്ബർനാഹു ഫഖാൽ. എന്ത് ചെയ്യാണ്? ഇവർ കുടുംബക്കാരെയും വീട്ടുകാരൊക്കെ ഉപേക്ഷിച്ചുകൊണ്ടാണ് ദീൻ പഠിക്കാൻ വേണ്ടി വന്നത്. ഇർജിഉ ഇലാ അഹ്ലികും ഫഅഖീമു ഫീഹിം വഅല്ലിമുഹും വമുറൂഹും.
നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെ വീട്ടുകാരെയും പഠിപ്പിക്കണം. നോക്ക്, അള്ളാഹുവിൻ്റെ റസൂൽ പറയാണ് എന്ത്, നിങ്ങൾ വീട്ടിലേക്ക് പോയി നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യണം? വീട്ടുകാരെയും പഠിപ്പിക്കണം എന്ന് ആരാണ് പറയുന്നത്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, ഉലമാക്കൾ പറഞ്ഞതായി കാണാം, നമ്മളുടെ ഒരാൾ ദീൻ പഠിച്ചു, നമ്മൾ എവിടുന്നാണ് തുടങ്ങേണ്ടത്? ആദ്യം തന്നെ ഒരു മേശയിട്ട് ഒരു മൈക്കും വെച്ച് ജനങ്ങളെ വിളിച്ചു കൂട്ടിയിട്ടാണ് തുടങ്ങേണ്ടത്? ഒന്നാമതായി ഫല്യബ്ദ ബിൽ ബൈത്ത് എന്നാണ് ഉലമാക്കൾ പറഞ്ഞതായി കാണാൻ സാധിക്കുന്നത്. എവിടുന്നാണ് തുടങ്ങേണ്ടത്? വീട്ടിൽ നിന്നാണ്. വീട്ടിൽ നിന്നാണ് എന്ത് ചെയ്യേണ്ടത്? തുടങ്ങേണ്ടത്. അപ്പം ആലോചിച്ച് നോക്കുക, നമ്മളോട് സ്വന്തത്തോട് ചോദിക്കുക, നമ്മൾ നാട്ടുകാരോട് ഭയങ്കര നസീഹത്തും വീട്ടുകാരോട് ഒരു കാര്യം പറയുന്നില്ല എങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അള്ളാഹുവിൻ്റെ റസൂലിനോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യം എന്താണ്? വഅൻദിർ അശീറതകൽ അഖറബീൻ. റസൂലെ അങ്ങെന്ത് ചെയ്യുക? താക്കീത് നടത്തുക. ആരോട്? നിങ്ങളുടെ അടുത്ത കുടുംബക്കാരോട്. നോക്ക്, അള്ളാഹുവിൻ്റെ റസൂലിനോട് അള്ളാഹ് പറയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത കാര്യം എന്താണ്? ദുൽ മജാസ് അതുപോലെ തന്നെയുള്ള സ്ഥലങ്ങളിലെ ചന്തകളിൽ പോയി, ഒക്കാബ എന്ന് പറയുന്ന ചന്തകളിലൊക്കെ പോയി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യും? അവിടെ കുടുംബക്കാരൊക്കെ റസൂലിന് ഉണ്ടാവും. യാ അയ്യുഹന്നാസ് ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു. എന്ത് ചെയ്യുക? നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം, തുഫ്ലിഹു, അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് എന്ത് ചെയ്യാണ്? പറയുകയാണ്. വ ഉമ്മഹാത്തുൽ മുഅ്മിനീന കുന്ന യസ്അൽന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ വയഹ്സ്ന അലാ ദാലിക്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരെന്താണ്? അവിടുന്ന് റസൂലിനോട് പല ചോദ്യങ്ങളും ചോദിക്കാറുണ്ട്. നോക്ക്, അപ്പോൾ പൊതുവേ നാട്ടിലൊക്കെ എന്താണ്, സ്ത്രീകൾ ദീൻ പഠിക്കാതെ മാറിയിരിക്കുക എന്നുള്ളത് വ്യാപകമായിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കണം. ആരെയും കുറ്റപ്പെടുത്താൻ പറയുന്നതല്ല, ഒരു യാഥാർത്ഥ്യമാണ്. ഇത് ആണുങ്ങൾക്ക് മാത്രം പഠിക്കേണ്ടതാണോ അള്ളാഹിൻ്റെ ദീൻ? ഉലമാക്കൾ പറഞ്ഞതായി കാണാം. എന്ത് ചെയ്യണം? അവർക്ക് നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട അറിവ് പഠിക്കാന്നുള്ളത് എന്താണ്? അവരുടെ മേൽ നിർബന്ധമായ കാര്യമാണ്. അത് പഠിക്കാതെ അവർ മാറിയിരിക്കുക എന്നുള്ളത് ഒരിക്കലും ശരിയായ കാര്യമല്ല. അവർക്ക് അവരുടെ ദൈനംദിന ജീവിതത്തിൽ നടക്കേണ്ടതായ അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടാവും. പ്രത്യേകിച്ച് ഹൈദ് അതുപോലുള്ള കാര്യങ്ങളെപ്പറ്റി ഗഫ്ലത്തിലാകുന്ന സ്ത്രീകൾ, പല മസലകളും. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി കാണാം. മക്കസ്തു, ഞാൻ മറന്നുപോയി, എത്രയോ വർഷം അദ്ദേഹം ഏത് വിഷയത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഇരുന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഹൈലിൻ്റെ, കാരണം ഹൈല് അതുപോലെ തന്നെ ഹൈലിന് സമാനമായ മറ്റു രക്തം, ഇതൊക്കെ ഉണ്ട്. ഇതിൻ്റെ മസാല ആരാണ് പറയുന്നത്? ഇമാം അഹ്മദ്. കുറച്ച് ടഫുള്ള ബാബാണെന്നാണ് ഇമാം അഹ്മദ് പറഞ്ഞത്. അപ്പോൾ ആലോചിച്ച് നോക്കി, ഇത് അമലാക്കേണ്ട ആരാണ്? സ്ത്രീകളാണ്. അപ്പോൾ എത്ര കണ്ട് അവർ ആ വിഷയത്തിൽ അവഗാഹം നേടേണ്ടതുണ്ട്. ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ പറയുന്നതല്ല, സ്വന്തത്തെ തന്നെ ഒന്ന് വിചാരണ ചെയ്യാൻ വേണ്ടി ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ റസൂലിനോട് ചോദിക്കാറുണ്ട്. ആ റസൂലിൻ്റെ ഭാര്യമാരോട് മറ്റു സഹാബത്ത് വനിതകൾ എന്ത് ചെയ്യും? വന്ന് ഓരോ മസലകളായി ചോദിക്കാറുണ്ട്. നോക്ക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും മുഹിം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം അത് പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്? അഹമുൽ മുഹിമാത്ത് ഏതാണ്? ഔജബുൽ വാജിബാത്ത് ഏതാ? അഖീദ. അഹ്സൻ, അഖീദ, തൗഹീദ്. നോക്ക്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ലമ്മ ഇസ്തക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ذكرت بعض نسائه كنيسة رأيناها بأرض الحبشة يقال لها ماريا. എന്താണ്? റസൂലിൻ്റെ അടുക്കിലേക്ക് വന്നുകൊണ്ട് അവിടുത്തെ ഭാര്യമാർ ചില ആളുകൾ എന്ത് ചെയ്തു? ചില കാര്യങ്ങൾ പറഞ്ഞു. അവർ കെനീസ കണ്ടു. എന്താ കെനീസ എന്ന് പറഞ്ഞാൽ? ക്രിസ്ത്യൻ പള്ളിക്കാണ് പറയുക. ഇത് നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ട ഒരു ഹദീസാണ്. നമ്മളെ നാട്ടിലുള്ള ഓരോ ആളുകളും യഥാർത്ഥത്തിൽ ശ്രദ്ധിക്കുക. നോക്കുക, നിങ്ങൾ ഈ ഹദീസ് നിങ്ങളൊന്ന് ഉറ്റാലോചിക്കേണ്ടതുണ്ട്, ശ്രദ്ധിച്ചിരിക്കുക. നോക്കുക, എന്താണ് റസൂലിലെ ചില ഭാര്യമാർ വന്നുകൊണ്ട് പറയുകയാണ്. അതിലാരുള്ളത്? വകാനത്ത് ഉമ്മു സലമ വ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ അതസഅർൽ ഹബശ വദകറത മിൻ ഹുസ്നിഹ വതസാവിറ ഫിഹ. എന്ത് ചെയ്തു? ആ കണ്ട കനീസ ഉണ്ടല്ലോ, ക്രിസ്ത്യൻ പള്ളിയിലുള്ള ഭംഗിനെ കുറിച്ച് അവിടെ ധാരാളം ഫോട്ടോ അല്ലെങ്കിൽ അതുപോലെയുള്ള തസ്വീർ, ഫോട്ടോ അല്ല തസ്വീർ, അതുണ്ട്. അവിടെ ചില ചിത്രങ്ങളും അതുപോലുള്ള കാര്യങ്ങളും ഉണ്ട്. فرفع رأسه فقال أولئك إذا مات منهم الرجل الصالح بنوا على قبره مسجدا. ശ്രദ്ധിക്കുക, റസൂൽ പറയാണ്, ആ കൂട്ടം ആളുകളിലെ റജുലു സാലിഹ്, നല്ല സൽപ്രവൃത്തി ചെയ്യുന്ന ആളുകൾ, ആലോചിച്ച് നോക്കണം, സൽപ്രവൃത്തി ചെയ്യുന്ന ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ
ബനു അല ഖബരിഹി മസ്ജിദ, അവരെന്ത് ചെയ്യും ഖബർ മസ്ജിദായി പണിയും. സുമ്മ സവ്വറു ഫീഹി തിൽക സൂറ, എന്നിട്ട് എന്ത് ചെയ്യും, ആ ചിത്രം അവിടെ പ്രതിഷ്ഠിക്കും. ഉലൈക ശിറാറുൽ ഖൽഖ് ഇൻദല്ലാഹ്, അവരാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ഷർറായിട്ടുള്ള ആളുകൾ. നമ്മുടെ നാട്ടിലുള്ള ആളുകൾ സുബ്ഹാനല്ലാഹ് ഖബറിലുള്ള ആളുകളെ വിളിച്ച് തേടരുത്, പ്രാർത്ഥിക്കരുത്, സഹായം തേടരുത് എന്ന് പറയുമ്പോൾ അവർ പറയുന്ന കാര്യം എന്താണ്? നമ്മൾ ചില ഉദാഹരണങ്ങൾ പറഞ്ഞിരുന്നു. ഏത് ഡോക്ടർ അബ്ദുള്ള, ഒരു അബ്ദുള്ള എന്ന് പറയുന്ന ഡോക്ടറുടെ അടുക്കലേക്ക് പോയാൽ ചോദിക്കുന്നത് പോലെയാണോ മരിച്ചു കഴിഞ്ഞ ഒരാളെ ഉദാഹരണങ്ങൾ പറഞ്ഞിരുന്നു. ചില ആളുകൾ പറഞ്ഞതായി കാണാം, നിങ്ങൾക്ക് ഔലിയാക്കളെയും മനസ്സിലായിട്ടില്ല, അബ്ദുള്ളാനെയും മനസ്സിലായിട്ടില്ല. കാരണം അബ്ദുള്ള എന്ന് പറയുമ്പോൾ ഒരു സാധാരണക്കാരനാണ്, നമ്മൾ ഔലിയാക്കളോടാണ് വിളിച്ചു തേടുന്നത്. ഔലിയാക്കൾക്ക് സ്ഥാനമുണ്ട്. നമ്മൾ ആരെങ്കിലും ഔലിയാക്കളുടെ സ്ഥാനത്തെ നിഷേധിക്കുന്നുണ്ടോ? ഒരാൾ നിഷേധിക്കുന്നില്ല. അള്ളാന്റെ റസൂല് പറയാണ് റജുലു സാലിഹ്, ഇതന്നെ റസൂല് പറഞ്ഞ കാര്യവും. നിങ്ങൾ ഇതെന്റെ വക പറയുന്നില്ല. ഈ ഹദീസ് നോക്ക്, ഇത് ഉദ്ധരിക്കുന്നത് ആരാ? ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സഹീഹിൽ. ഇനി പറ, മുസ്ലിം ഉമ്മത്തിൽ ഏതെങ്കിലും ആളുകൾ ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിനെ തള്ളിക്കളയോ? ഒരു മുസ്ലിം ആണെങ്കിൽ അവർ ഉദ്ധരിക്കുക, അല്ലെങ്കിൽ ഒരു മുസ്ലിം ആണെങ്കിൽ അവരെന്ത് ചെയ്യൂല? ഇമാം ബുഖാരിന്റെ ഹദീസ് തള്ളൂല. കാരണം അത്രയും സഹീഹ്. അള്ളാന്റെ ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ഏതാണ്? ഇമാം ബുഖാരിന്റെ സഹീഹാണ് ഏറ്റവും അസഹായ കിതാബ് അല്ലേ? അതിലുള്ള ഹദീസാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അവരുടെ കൂട്ടത്തിലെ റജുലു സാലിഹ് പോട്ടെ, ലാത്തയും ഉസ്സയും ആരാണ്? കാന യലുത്തു ലഹുമു സവീഖ്, ഹജ്ജിന് വരുന്ന ആളുകൾക്ക് യലുത്തു ലഹുമു സവീഖ് എന്ന് വെച്ചാൽ എന്താ? പായസം വിതരണം ചെയ്ത ആളാണ്. സുബ്ഹാനല്ലാഹ്. ഇതുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ജാഹിലിയത്ത് എന്താണെന്ന് അറിയാത്ത ആളുകൾ ഇദാ നശഅ ഫിൽ ഇസ്ലാമി ബൽ ലാ യഅരിഫുൽ ജാഹിലിയ്യ, എന്താണ്? ഇസ്ലാമിന്റെ ഓരോ കണ്ണികളും എന്താവും? അഴിഞ്ഞു പോകും. ഇദാ നശഅ ഫിൽ ഇസ്ലാമി ബൽ ലാ യഅരിഫുൽ ജാഹിലിയ്യ. എന്തായിരുന്നു ജാഹിലിയ കാലഘട്ടം എന്നറിയാത്ത ഒരു വിഭാഗം ആളുകൾ ഇസ്ലാമിൽ വളർന്നു വന്നു കഴിഞ്ഞാൽ ഇസ്ലാമിന്റെ ഓരോ കണ്ണികളായി എന്ത് ചെയ്യും? അഴിഞ്ഞു പോകുമെന്ന് പറയാണ്. അപ്പൊ ആലോചിച്ച് നോക്കുക, അവിടുന്ന് റസൂലാണ് പറയുന്നത്, അവരുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ നല്ല റജുലു സ്വാലിഹായ ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇതനി ക്രിസ്ത്യാനികളുടെ മാത്രം എന്ന് പറയണ്ട. ആരാണ് ലാത്തയും ഉസ്സയും? നോക്കുക, തഫ്സീർ എടുത്തു നോക്കുക, അംഗീകരിക്കുന്ന തഫ്സീറുകൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ അവർ ഹജ്ജിന് വരുന്ന ആളുകൾക്ക് പായസം കൊടുത്തിരുന്ന ആളുകളാണ്, റജുലു സ്വാലിഹാണ്. നമ്മളെ നാട്ടിലുള്ള ആളുകൾ ആരാണ്? ഇവരെ വാദപ്രകാരം അവർ പറയുന്നത് റജുലു സ്വാലിഹാണെന്നാണ്. അള്ളാന്റെ റസൂലാണ് പറയുന്നത് സഹോദരങ്ങൾ, ഒരിക്കലും മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ വാക്കല്ല ഇത്. പക്ഷെ ഞാൻ ഈ ഉദ്ധരിക്കുന്നത് അദ്ദേഹം എഴുതിയ ഗ്രന്ഥത്തിൽ നിന്നാണ്. ആലോചിച്ച് നോക്കണം. നമ്മളെ നാട്ടിലുള്ള ആളുകൾ പറയുന്നത് എന്താണ്? ഇത് വഹാബികൾ പറയുന്നതാണ്. വല്ലാഹി ഞാൻ വെല്ലുവിളിക്കാണ്, കിതാബു തൗഹീദിൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെതായ വാക്കുകൾ കാണിക്കാൻ സാധിക്കുമോ? കിതാബു തൗഹീദിൽ അത് പഠിച്ച ഏതൊരു മനുഷ്യനും ഖുർആനും സുന്നത്തും അസറുകളും അല്ലാതെ കാണാൻ സാധിക്കുകയില്ല. ആലോചിച്ച് നോക്കണം. ഇത് ആളുകൾ സുബ്ഹാനല്ലാഹ്, ഒരു വിഭാഗം ആളുകൾ അല്ലെങ്കിൽ ഒരു വിഭാഗത്തിലെ വലിയ പണ്ഡിതൻ മാറാൻ കാരണമായ കിതാബ് തൗഹീദാണ്. പക്ഷെ അദ്ദേഹം അറിഞ്ഞിരുന്നില്ല. അദ്ദേഹത്തിന് ആ കിതാബ് കൊടുത്തു. എങ്ങനെ? അതിൻ്റെ ചട്ട പറിച്ചിട്ട് കൊടുത്തു. അഥവാ അദ്ദേഹം വിശ്വസിച്ച കാര്യം എന്തായിരുന്നു? കിതാബ് തൗഹീദ് എന്ന് പറഞ്ഞാൽ അത്രയും മോശമായ കിതാബാണ്, അത് പഠിക്കാൻ പാടില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരാളായിരുന്നു. അദ്ദേഹത്തിന് കിതാബ് തൗഹീദിന്റെ ചട്ട പറിച്ചിട്ട് എന്ത് ചെയ്തു? കിതാബ് കൊടുത്തു. അദ്ദേഹം മാറി. പിന്നീടാണ് അറിയുന്നത് എന്ത്? അത് കിതാബ് തൗഹീദ് ആയിരുന്നു എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഇത് പണ്ട് മുതലേ നിങ്ങൾ ആലോചിച്ച് നോക്കുക. റസൂലായി വന്ന സമയത്ത് ആളുകൾ എന്ത് പറഞ്ഞു? സാഹിറുൻ കദ്ദാബ് മജ്നൂൻ. അടുക്കാതിരിക്കാൻ വേണ്ടി ചില സഹാബിമാർ ഇസ്ലാം സ്വീകരിക്കാനുള്ള കാരണം വരെന്തായിരുന്നു? അവര് മക്കയിലേക്കും മറ്റും മദീനയിലേക്കും പോകുന്ന സമയത്ത് അവിടെ ഒരാളുണ്ട്, നിങ്ങൾ കേൾക്കരുത് എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഇതേ സമാനമായ കാര്യം. സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്കണം. സമാനമായ കാര്യമാണ്. ഇതൊരിക്കലും എന്തല്ല മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ റസൂലിന്റെ മക്കാമിലേക്ക് ഉയർത്തുന്നതല്ല. അങ്ങനെയല്ല, അത് കേൾക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. റസൂലാണ്, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബാണ്. രണ്ടാണ്, യാതൊരു സംശയമില്ല. പക്ഷെ എന്താണ്? റസൂലിന്റെ അടുക്കലേക്ക് പോകുമ്പോൾ നിങ്ങൾ കേൾക്കരുത് എന്ന് പറഞ്ഞു. ഇപ്പൊ ഒരു സഹാബി എന്ത് ചെയ്യാണ്? അദ്ദേഹം ചിന്തിക്കുകയാണ്, എനിക്ക് അള്ളാഹ് അല്ലെങ്കിൽ എനിക്കെന്തുണ്ട്? നല്ല ചിന്തിക്കാനുള്ള കഴിവുണ്ട്, ഞാനെന്തിനിങ്ങനെ കേൾക്കാതിരിക്കണം? എന്നിട്ട് റസൂലിന്റെ വാക്ക് കേട്ട് മാറിയ ആൾക്കാരുണ്ട്. കാരണം റസൂല് പറയുന്ന കാര്യം എന്താ? അഅ്ബുദുല്ലാഹ് വലാ തുശ്രികൂ ബിഹി ശൈഅ വലാ തസ്നു, നിങ്ങൾ വ്യഭിചരിക്കരുത്. വലാ തസ്രിഖൂ, നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? കക്കാൻ പാടില്ല. ഇതാ പറയുന്നത്. നിങ്ങൾ മക്കളെ കൊല്ലാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്. കിതാബ് തൗഹീദ് പഠിച്ചു നോക്ക്. അതിലെന്തെങ്കിലും ഇസ്ലാമിനെതിരായ കാര്യങ്ങൾ പറയുന്നുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഇതാണ് ഇവിടെ അള്ളാന്റെ റസൂല് പറയാണ്, അവരുടെ കൂട്ടത്തിലെ സാലിഹായ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവർ ഖബറ് കെട്ടിപ്പൊക്കാണ്, മസ്ജിദാക്കാണ്, അവിടെ ഇബാദത്തുകൾ ചെയ്യാണ്, അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാണെന്ന്
അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പറയുന്നത്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അല്ല, മറിച്ച് മുഹമ്മദ് ബിൻ അബ്ദുല്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ്. അല്ലേ സഹോദരങ്ങളെ, നമുക്ക് ആർക്കെങ്കിലും നമ്മൾ ഏതെങ്കിലും പണ്ഡിതന്റെ വാക്ക് ആഖിർ കലാമായി കാണുന്നുണ്ടോ? ഒരു സലഫി അങ്ങനെ കാണൂല. അല്ലേ? എന്താണ് സഹോദരങ്ങളെ, നമ്മൾ ഇബ്നുൽ ഖയ്യിം നൂനിയിൽ പറഞ്ഞതായി കാണാം. അദ്ദീനു, അല്ലെങ്കിൽ ദീൻ എന്ന് പറഞ്ഞാൽ ഖാല അല്ലാഹു വഖാല റസൂൽ വഖാല സഹാബ ഹും ഉലുൽ ഇർഫാനി. ദീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹ് പറഞ്ഞു, അള്ളാഹിന്റെ റസൂൽ പറഞ്ഞു, സഹാബിമാർ പറഞ്ഞു. ഹും ഉലുൽ ഇർഫാനി, അവരാണ് ഏറ്റവും ബുദ്ധിയുള്ള ആള് എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാം. പറഞ്ഞു വന്നത് സഹോദരങ്ങളെ, ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ എന്തുണ്ടായിരിക്കണം? നല്ല രൂപത്തിലുള്ള ദീൻ പഠനം ഉണ്ടായിരിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഭാര്യമാരെ വെറുതെ വ്രത വിട്ടിരുന്നില്ല, മറിച്ച് അവിടുന്ന് അഖീദ പഠിപ്പിച്ചു കൊടുത്തു. ഫിഖഹിന്റെ മസലകളും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്തതായി കാണാം. നോക്കൂ സഹോദരങ്ങളെ, അബീ മുലൈക റഹിമഹുല്ലാ അദ്ദേഹം പറയാണ്, ആയിഷ റളിയല്ലാഹു അൻഹ زوج النبي صلى الله عليه وسلم كانت لا تسمع شيئا لا تعرفه إلا راجعت فيه حتى تعرفه. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ അത് മനസ്സിലായില്ലെങ്കിൽ ആയിഷ റളിയല്ലാഹു അൻഹ ചെയ്ത കാര്യം എന്താ? ചോദിക്കും. ഹത്താ തഅരിഫഹു, മനസ്സിലാകുന്നത് വരെ. ഇതൊരു നല്ല അദബാണ്. നമുക്കൊരു കാര്യം മനസ്സിലായില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ചോദിക്കണം. ചില ആളുകൾ സുബ്ഹാനല്ലാഹ് നമുക്ക് കേൾക്കാൻ സാധിക്കും, ശ്രദ്ധിച്ചിരുന്നാൽ മനസ്സിലാകും. ശ്രദ്ധിച്ചിരുന്ന് മനസ്സിലാകത്തോണ്ടാണ് ചോദിക്കുന്നത്. ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് അദ്ദേഹമാണെന്ന് എനിക്ക് ഓർമ്മയില്ല, അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് ഒരാൾ വന്നുകൊണ്ട് 60 പ്രാവശ്യം ഒരേ കാര്യം തന്നെ ചോദിച്ചപ്പോൾ അത് ആവർത്തിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. അതാണ് നസീഹത്ത്. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഒരു കാര്യം അല്ലെങ്കിൽ ഒരു കിതാബ് അതെങ്ങനെയെങ്കിലും എടുത്തു തീർക്കണം എന്നുള്ള നിയത്താകാൻ പാടില്ല. പക്ഷെ മുമ്പിൽ ഇരിക്കുന്ന ആളുകൾക്ക് മനസ്സിലാകുന്നുണ്ടോ, അവർ നമ്മൾ പറയുന്ന വാക്കുകൾ മനസ്സിലാകുന്നുണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. അതിനാണ് നസീഹത്ത് എന്ന് പറയുക. അല്ലാതെ കുറേ കിതാബുകൾ ഇങ്ങനെ തീർക്കുക, ഞാൻ കുറേ കിതാബ് തീർത്തു എന്ന് പറയാൻ വേണ്ടിയല്ല. പഠിപ്പിക്കുന്ന കാര്യം മുന്നിലിരിക്കുന്ന ആളുകൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം. ഇവിടെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ നല്ല അദബാണത്. മനസ്സിലായില്ലെങ്കിൽ എന്ത് ചെയ്യും? അത് ചോദിക്കേണ്ടതായ മര്യാദ ഉണ്ട്, അത് നമ്മൾ പഠിക്കണം. സുആലിലുള്ള മര്യാദ ഉണ്ട്, അതുപോലെ തന്നെ ചാലീമിലുള്ള മര്യാദയുണ്ട്. പഠിപ്പിക്കേണ്ടതായ മര്യാദകളുണ്ട്. പഠിപ്പിക്കുന്ന സമയത്ത് ഒരു പഠിപ്പിക്കുന്ന അധ്യാപകൻ അല്ലെങ്കിൽ ഒരു താലിബുൽ ഇൽം മശായിഖന്മാർ അവർ പാലിക്കേണ്ടതായ മര്യാദകളുണ്ട്. ചോദ്യം ചോദിക്കുമ്പോൾ കാണിക്കേണ്ടതായ മര്യാദകളുമുണ്ട്. വഅന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, റസൂൽ പറയാണ്, മൻ ഹൂസിബ ഉദ്ദിബ്, ആരാണോ ഇതിലുള്ള അർത്ഥം ഞാൻ അങ്ങനെ തന്നെ പറയാം, എന്താണ് അതിൻ്റെ ഉദ്ദേശം എന്ന് ഹദീസിൽ വരുന്നത്. റസൂൽ പറഞ്ഞു, ആരെയാണോ വിചാരണ ചെയ്യപ്പെടുന്നത് അവനെന്ത് ചെയ്യും? ശിക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞു. ഖാലത്ത് ആയിഷ ഫഖുൽതു അവലൈസ യഖൂലു അല്ലാഹു സുബ്ഹാനഹു വതആല ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറ. അല്ലാഹ് പറഞ്ഞിട്ടില്ലേ വളരെ ലോലമായ അല്ലെങ്കിൽ യസീറായ എളുപ്പമായ രൂപത്തിലുള്ള വിചാരണ ഉണ്ടെന്ന് അല്ലാഹ് പറഞ്ഞിട്ടില്ലേ? അപ്പോൾ പറഞ്ഞു ഫഖാൽ ഇന്ന മദാലിക്കൽ അർൾ, അത് എന്താണ്? ആ വിചാരണ എന്ന് പറഞ്ഞാൽ വെറും ഒരു കാണിക്കൽ മാത്രമാണ്. ഹദീസിൽ വന്നതാണ്, അത് വെറും കാണിക്കൽ മാത്രമാണ്. വലാകിൻ മൻ നൂഖിശ ഉസിബ്, എന്താണ്? ആരെയാണോ കീറി മുറിച്ചുകൊണ്ടുള്ള ഹിസാബ് ചെയ്യുന്നത്. ശ്രദ്ധിക്കണം. നീ ഇന്ന സമയത്ത് ഇന്നത് ചെയ്തില്ലേ, ഇന്ന സമയത്ത് ഇന്ന് ചെയ്തില്ലേ, നീ ഇന്ന സമയത്ത് ഇന്ന നേരത്ത് ഇന്ന സ്ഥലത്ത് വെച്ച് ഇന്ന ആളോട് ഇന്നത് ചെയ്തില്ലേ എന്ന രൂപത്തിൽ നൂഖിഷ്, കീറി മുറിച്ചുള്ള ഹിസാബാണ് ഒരാൾക്കുള്ളത് എങ്കിൽ ഉസിബ്, അവനക്ക് എന്തായിരിക്കും? ശിക്ഷ ലഭിക്കുന്നതാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെയൊക്കെ ഒരു ഹിസാബും അദാബും ഇല്ലാതെ സ്വർഗത്തിൽ കടക്കുന്ന ആളുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഹിസാബിൻ്റെ വിഷയങ്ങളൊക്കെ നമ്മൾ അഖീദയിൽ പഠിക്കേണ്ട കാര്യങ്ങളാണ്. അതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന് മാറ്റം ഉണ്ടാകും. അതുകൊണ്ടാണ് ഉസൂലുൽ ഈമാൻ എന്ന വിഷയത്തിലൊക്കെ ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടത്. ഈമാൻ നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചുകൊണ്ടേയിരിക്കണം. സ്വഹാബിമാർ ആദ്യം പഠിച്ച കാര്യം എന്തായിരുന്നു? ഈമാനാണ്. ഈമാനെ കുറിച്ചാണ് സഹാബിമാർ. ഒരാളെ ജീവിതം മാറണമെങ്കിൽ ആദ്യം പഠിക്കേണ്ട കാര്യം എന്താ? ഈമാനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏറ്റവും നല്ല രൂപത്തിൽ ഈമാൻ പഠിക്കാനും അതിലായിക്കൊണ്ട് മരിക്കാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പറഞ്ഞു വന്നത് സഹോദരങ്ങൾ, ദീൻ പഠിക്കുന്ന വിഷയത്തിൽ ഭാര്യമാരായാലും ഭർത്താക്കന്മാരായാലും എന്ത് ചെയ്യാൻ പാടില്ല? ഒരു വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിൽ ജീവിക്കുന്ന ആളുകളാണ്. നമുക്ക് ധാരാളം മസ്ജിദുകളുണ്ടോ? ഇല്ല. ഉള്ള മസ്ജിദുകൾ ഓരോ നാടുകളിലാണ്. നമ്മൾ എന്ത് ചെയ്യുക? ഭാര്യയും ഭർത്താവും എന്ത് ചെയ്യാൻ നോക്കുക? ഒരു ട്രിപ്പ് എന്നുള്ള നിലയ്ക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോവുക. അതൊരു യാത്രയുമാകും, പിന്നെന്തും ആകും? അള്ളാഹിൻ്റെ ദീൻ പഠിക്കാനുള്ള
ഒരു മാർഗമാകും. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മൾ ഇത്രയും കാലം അല്ലെങ്കിൽ കൂടിപ്പോയ എത്ര കാലം നമ്മൾ ജീവിക്കുക? ആകെ കുറച്ച് കാലം ജീവിക്കുക. അതിൽ തന്നെ ഒരു പരിധി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് പല രോഗങ്ങളാണ്. അതിന് പിന്നെ ജീവിതം തന്നെ പറയാൻ പറ്റൂല. അപ്പം ആ നല്ല രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഒരു ഉന്മേഷമുള്ള സമയത്ത് നമ്മൾ ഇബാദത്ത് ചെയ്യുകയും അള്ളാഹിനെ ദീൻ പഠിക്കുകയും ചെയ്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഒരു നമ്മളുടെ നിയ്യത്തിൻ്റെ ഇഖ്ലാസ് കൊണ്ട് നമുക്ക് ഒരുപക്ഷെ സ്വർഗം തന്നേക്കാം. അതുകൊണ്ട് നമ്മളുടെ, ഞാൻ ആവർത്തിച്ച് പറയാനുള്ളൊരു കാര്യമാണ്, ഏത് ഹറക്കാത്തുകളും സക്കനാത്തുകളും എന്തിനു വേണ്ടിയാ? നമുക്ക് സ്വർഗം ലഭിക്കണം, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം. ആ ഒരൊറ്റ നിയ്യത്ത് മാത്രമാണ് നമ്മൾ ഏത് കർമ്മങ്ങളും ചെയ്യാൻ ഉണ്ടാകേണ്ടത്. നമ്മൾ ശ്രദ്ധിക്കണം. അതല്ലാതെ ആളെ കാണിക്കാൻ ഒന്നിനു വേണ്ടിയാകരുത്, അല്ലേ? ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, ഞാൻ ആരും അറിയപ്പെടാതെ ഉള്ളൊരു മനുഷ്യനായിരുന്നെങ്കിൽ എത്ര നന്നായേനെ. ഒരാൾ അറിയപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ്? അത് വലിയൊരു മുസീബത്താണ്, അറിയപ്പെടുക എന്നുള്ളത്. അറിയപ്പെടാതെ, അല്ലേ? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, ഇന്നല്ലാഹ യുഹിബ്ബുൽ അബ്ദ തഖിയൽ ഗനിയൽ ഖഫി. എന്താണ്? അള്ളാഹുവിന് ഇഷ്ടമാണ് എങ്ങനെയുള്ള അബ്ദാണ് ഒരടിമേൻ, അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് എങ്ങനെയുള്ള അബ്ദാദ്? തഖിയാണ്, നല്ല തഖ്വയുള്ളതാണ്, ഗനിയാണ്, ഉള്ളതിൽ തൃപ്തി ഉണ്ടാകുക. കുറേ കിട്ടുമൊന്നുമില്ല, കിട്ടുന്നതിൽ എന്തുണ്ടാകുക? തൃപ്തി ഉണ്ടാകുന്ന അടിമയെ അള്ളാഹ്ക്ക് വളരെ എന്താണ്? ഇഷ്ടമാണ്. അൽ ഖഫി. ഖഫി എന്ന് പറഞ്ഞാൽ എന്താണ്? ആരും അറിയാതെ എന്ത് ചെയ്യുക? ഇബാദത്തിലുമായി അവനാൻ്റെ കാര്യം നോക്കുക. അവനാൻ്റെ കാര്യം ഉദ്ദേശിച്ചത് എന്താ? ഇബാദത്തുകൾ, സ്വന്തമായി ബന്ധപ്പെട്ട ഇബാദത്തുകൾ. അതുപോലെ സ്വന്തത്തിൽ തന്നെ കൂടെ കൂട്ടേണ്ട ആളുകളാണ് ആര്? നമ്മുടെ വീട്ടുകാരും ഭാര്യമാരും. അവരുടെ കാര്യത്തിലൊക്കെ ആയിക്കൊണ്ട് കഴിഞ്ഞുകൂടുന്ന ആളുകൾ. ഇതിൻ്റെ അർത്ഥം എന്തല്ല? ഒരു തിന്മ കണ്ടാലും അത് പ്രത്യേകം മനസ്സിലാക്കണം. തിന്മ കണ്ടാൽ എന്ത് ചെയ്യണം? എതിർക്കുക തന്നെ ചെയ്യണം. ഏതൊക്കെ മർത്തബകളുണ്ട് നമുക്കറിയാം. വായ കൊണ്ട്, കൈ കൊണ്ട്, ഹൃദയം കൊണ്ട്, ഇതൊക്കെ ചെയ്യേണ്ട. ഇതൊന്നും എന്തല്ല? ശുദ്ധത്തിൻ്റെ അടയാളമൊന്നുമല്ല. അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചതാണ് റിഫ്ഖ്, അല്ലേ? അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചതാണ് റിഫ്ഖ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അതല്ലാണ്ട് ഒന്നും അവൻ്റെ കാര്യം അല്ല. നമ്മൾ ഏത് കാര്യമായാലും അതിൻ്റെ മക്കാമിൽ നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. പറഞ്ഞു വന്നത്, ഈ രൂപത്തിൽ നമ്മൾ ഏത് കാര്യങ്ങളും, ദുനിയാവിൽ നമ്മൾ ചെയ്യുന്ന ഏത് കാര്യങ്ങളുണ്ടോ അതിനൊക്കെ അടിസ്ഥാനം എന്താ? സ്വർഗം. സ്വർഗത്തിലെത്തണം, നരകത്തിൽ നിന്ന് രക്ഷ നേടണം. എന്താണ് സഹോദരങ്ങൾ നരകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമ്മൾ വിചാരിക്കുന്നതിലപ്പുറമാണ്. നമ്മൾ വിചാരിക്കുന്നതിലപ്പുറമാണ്. അതിൽ ഒരു നിമിഷം നമ്മൾ നരകത്തിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റുന്നതല്ല. അത് നമ്മളെ കൊണ്ടത് സഹിക്കാൻ പറ്റുന്നതല്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞതായി കാണാൻ സാധിക്കില്ലേ? സ്വർഗം പോയി കാണാൻ പറഞ്ഞു, അതുപോലെ നരകവും കാണാൻ പറഞ്ഞു. എന്താണ് നരകത്തിൻ്റെ ഭയാനകത? നരകം എന്ന് പറഞ്ഞാൽ അതിലേറ്റവും ചെറിയ ശിക്ഷ എന്താണ്? ഒരു ചെരുപ്പ് ധരിപ്പിക്കലാണ് ഏറ്റവും ചെറിയ ശിക്ഷ. ഒരു ചെരുപ്പ് ധരിപ്പിക്കുകയും ആ ചെരുപ്പ് ധരിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ തലച്ചോറ് പാത്രത്തിൽ ചൂടുവെള്ളം എങ്ങനെയാണോ തിളച്ച് മറിയുക, അതുപോലെ നമ്മളുടെ തലയിലുള്ള കാര്യങ്ങൾ തിളച്ച് പുറത്തേക്ക് വരുന്നുള്ളതാണ്. നരകത്തിലേക്ക് പ്രവേശിക്കുക എന്ന് പറയുന്നത്, നരകവും സ്വർഗവും നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഹൃദയം പിടക്കണം. അപ്പോൾ നരകം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഹൃദയം എന്ത് ചെയ്യണം? പിടക്കണം. അതുകൊണ്ട് നമ്മൾ കാണുന്നത്, അതുകൊണ്ടാണ് ഉലമാക്കൾ പറയുന്നതായി കാണാൻ സാധിക്കുന്നത്, ഒരു കാഫറായ വ്യക്തി അല്ലെങ്കിൽ ഒരു മുശ്രിക്കായ വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവരോട് സഹതാപാണ് തോന്നേണ്ടത്. കാരണം അവർ ആ ഹാലിലാണ് മരിക്കുന്നതെങ്കിൽ അവർക്ക് ലഭിക്കാനുള്ളത് കാലാകാലത്തിലുള്ള നരകമാണ്. കാലാകാലം നരകം ലഭിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക. കുല്ലമാറാദു ഏതാണ് ആയത്ത്? ഐ അഖ്റുജു മിൻഹ ഉഈദു ഫിഹ. അതിൽ നിന്നൊന്ന് രക്ഷ തേടാൻ വേണ്ടി പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കുമ്പോഴൊക്കെ എന്താണ്? ഉഈദു ഫിഹ, അതിലേക്ക് തന്നെ മടക്കപ്പെടും. അതുകൊണ്ട് നമ്മൾ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആവുന്ന രൂപം, നമ്മൾ ഇത് അവരോട് പറയുന്നത് നമ്മളുടെ ദീനിലേക്ക് ആളെ കൂട്ടാൻ വേണ്ടിയാണോ? വല്ലാഹി അല്ല. ഒരാളോട് നമ്മൾ ദീൻ പറഞ്ഞു കൊടുക്കുന്നത് നമ്മളുടെ ഹിസ്ബ് അല്ലെങ്കിൽ നമ്മളൊരു കക്ഷിയാണ്, നമുക്ക് ഇത്ര ആളുണ്ടായാൽ നമ്മളുടെ ബാങ്ക് ബാലൻസ് ഇത്ര കൂടും. വല്ലാഹി ഇതൊന്നുമല്ല. നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും സ്വർഗത്തിൽ പ്രവേശിക്കാനും ഇസ്ലാം സ്വീകരിക്കണം എന്ന് പറയുന്നത്. അതല്ലാതെ നമുക്ക് ദുനിയാവിപരമായി ഒരു കാര്യം ലഭിക്കാനുമില്ല. ദുനിയാവിപരമായി നമുക്കൊന്നും ലഭിക്കാനില്ല. അതുകൊണ്ട് സഹോദരങ്ങൾ, നമ്മളെ കുടുംബത്തിൽ അതുപോലെ തന്നെ നമുക്ക് അറിയുന്ന ആളുകളുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഏറ്റവും നസീഹത്തിൻ്റെ ഭാഷയിൽ, തർക്കിക്കാൻ വേണ്ടിയല്ല, അതുപോലെ തന്നെ ഫഖർ നടിക്കാൻ വേണ്ടിയല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം, നമുക്ക് കിട്ടിയ ഈ നിഅമത്ത്, തൗഹീദാകുന്ന നിഅമത്ത്, അത് ചില്ലറ കാര്യമല്ല. അതുകൊണ്ട് പറഞ്ഞു വന്നത് സഹോദരങ്ങൾ, നമ്മളുടെ ജീവിതത്തിൽ
നമ്മൾ എന്തുണ്ടാക്കണം? ദീൻ പഠിക്കാൻ വേണ്ടി മാറിയിരിക്കണം. അതാണ് ഒന്നാമത്തേത്. അൽ ഇൽമു ഖബ്ലൽ ഖൗലി വൽ അമൽ. ആദ്യം ഇൽമ് ഉണ്ടാകണം, പിന്നെന്തുണ്ടാകണം? ഖൗല്, ദഅവത്ത് നടത്തണം, അല്ലെങ്കിൽ അഫ്വൻ ഇൽമ് അമലാക്കണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. പിന്നെന്ത് ചെയ്യണം? ദഅവത്തു ഇലൈഹി, അതിലേക്ക് ആളുകളെ ക്ഷണിക്കണം. അസ്സബ്റു അലൽ അദാ ഫീഹി, ആളുകളെ നമ്മൾ ദീനിലേക്ക് ക്ഷണിച്ചാൽ പല കുത്തുവാക്കുകളും കേൾക്കേണ്ടി വരും. എന്തായാലും ഉറപ്പാണ്, യാതൊരു സംശയമില്ല. കള്ളെന്ന് വിളിക്കും, സാഹിർ എന്ന് വിളിക്കും, മജ്നൂൻ എന്ന് വിളിക്കും. ഇതൊക്കെ ആരെ വിളിച്ചതാണ്? റസൂലിനെ വിളിച്ചതാണ്. നമ്മൾ എന്ത് ചെയ്യുക? സബ്ർ ചെയ്യുക, അള്ളാഹ്ക്ക് വേണ്ടി സബ്ർ ചെയ്യുക. ആരെങ്കിലും ഇപ്പോൾ ഏതെങ്കിലും നാട്ടിൽ നിന്ന് എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഉള്ള ഒരാൾ എൻ്റെ ശരീരത്തിൽ വന്ന് തൊടുന്നതിന് അത്രയും പോലും ആകുമോ? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഒന്നും ആവില്ല. നമ്മളെന്ത് ചെയ്യുക? പറഞ്ഞു വന്നതുപോലെ ജീവിക്കാനാകെ കുറച്ച് സമയം മാത്രമാണ്. എന്തുണ്ടാക്കിയെടുക്കാൻ നോക്കുക? ആളുകൾക്ക് നസീഹത്തിൻ്റെ ഭാഷയിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നമ്മൾ ഓരോ ആളുകളും ശ്രദ്ധിക്കുക. പറഞ്ഞ കാര്യം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അങ്ങേറ്റം ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞതിൽ വല്ല നന്മയും ഉണ്ട് എങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് മാത്രമുള്ളതാണ്. ഞാൻ പറഞ്ഞതിൽ വല്ല തെറ്റും വന്നു പോയിട്ടുണ്ട് എങ്കിൽ അത് എന്നിൽ നിന്നും ശൈത്താനിൽ നിന്നുമുള്ളതാണ്. റബ്ബു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഹാദ വല്ലാഹു തആല ആലം വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.